ലലാ, താലലലാ, താലലലാലാലാലാ. ജയദേവൻ എന്തോ ജയദേവൻ സാറ് കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്ന് കളവാടിന്ന് കാമാക്ഷിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാരണത്ത് വായിക്കാൻ വിശ്വം എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുൾ ആയിട്ടൊരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാല. എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണു പടച്ച് പറയുന്ന വിഡ്ഢികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കർണന്റെ മൂത്ത പെങ്ങളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായെന്ന് പോലെ. ഏതായാലും വടക്കുംപുറത്ത് അറിയണ്ട ജയദേവൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദമേന്റെ തുള്ളൽ തുടങ്ങാൻ ഇനി അത് മതി. തെക്കുംപുറന്നും വടക്കുംപുറന്നും ഒന്നും ഞാൻ കരുതിയിട്ടില്ല. മേലേടത്തെ തറവാട്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോഴും. ബെഡായി പറയാമേ. തെക്കുംപുറത്തുകാരുടെ ഉത്സവത്തിന് ആരാ എന്താന്നൊക്കെ അറിയാൻ വടക്കുംപുറത്തുനിന്ന് വിട്ടിരിക്കുക. ചാരപ്പണിയുടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു കാര്യം. ഇനി പെണ്ണിന്റെ ഒരു അല്ല, നീ എങ്ങോട്ടായി പുസ്തകമൊക്കെ ആയിട്ട്? തൊടിയിലെ മിനിയുടെ കുറച്ച് നോട്ട്സ് വാങ്ങണമേ. ഇപ്പൊ ഇങ്ങ് വരാം. എന്നെ ഒന്ന് തുറന്നു വിടൂ എടത്തി, ഒന്ന് തുറന്നു വിടാൻ പറയൂ എടത്തി. എന്റെ കാല് വേദന എടുക്കണു. ശ്രീദേവികളമ്മയുടെ അസുഖമൊക്കെ അങ്ങനെ കിടക്കുമോ? ശാപം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ എവിടെയായിരുന്നു ഓണിയണ്ട? പാപ്പരക്കൽ അമ്പലത്തിൽ. ആ, ചെക്കന് ക്ഷീണാണല്ലോ. എന്താ ഒന്നും കൊടുക്കാറില്ലേ? നാടുകാർ വരുമ്പോഴേ എന്നെ ഒന്ന് കാണാൻ പറയോ? അല്ല, ഇതെന്ത് പറ്റി? തെക്കും വടക്കും തമ്മിൽ മാറിയോ? തെക്കെന്നും വടക്കെന്നും ഭേദം ഉണ്ടെങ്കിലല്ലേ? ഭേദമുണ്ടോ? ഭേദമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാ വടക്കുംപുറത്തുകാരുടെ ആളായി താൻ ഇപ്പൊ ഇവിടെ കഥ പറയാൻ വന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞ മരിക്കുമായിരുന്നു അപ്പുമാര്. ആ അപ്പുമാരെ മോൻ എങ്ങനെയാ ഗോവിന്ദമേന്റെ ഉടവാള് പിടിക്കണമെന്നേ ഉള്ളു സംശയം. ഉടവാളിന്റെയും പരിചയുടെയും ലോകമൊന്നും എനിക്കറിയില്ല. രണ്ടു കുടുംബക്കാരും ഒന്നിച്ചു നിൽക്കുന്നത് കാണണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്ക്. ഒത്തുതീർപ്പിന്റെയും ഒരുമിപ്പിന്റെയും ഒന്നും കാര്യം ആലോചിക്കുകയേ വേണ്ടാത്ത അവസ്ഥയാണ്. വർഷം ചെല്ലുംതോറും അച്ഛന്റെ അമ്മാമ്മയുടെ ഒക്കെ വാശി കൂടുകയല്ലാതെ കുറയണ മട്ടില്ല. അവരൊക്കെ പഴയ തലമുറയല്ലേ, ഓർത്തു വയ്ക്കാനും കണക്ക് തീർക്കാനും ഒക്കെ പലതും കാണും. പുതിയ തലമുറയും അവരുടെ പുറകെ പോരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ വടക്കുംപുറത്തുള്ളവരുടെ ഗർവ് എന്താണെന്നാ കരുതിയത്? മൊട്ടും ഭാവമൊക്കെ കാണുമ്പോ അച്ഛന്റെ അമ്മാമ്മയുടെ പക്ഷത്താ ശരിയെന്ന് തോന്നും. ക്ഷേത്രകുളത്തിന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? 10-20 വർഷമായി. ലഹളക്കാലത്ത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതല്ലേ ക്ഷേത്രക്കുളം ഇനി ആരും തൊടാൻ പാടില്ലാന്ന്? ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവി പുലർത്തുക, നശിപ്പിക്കുക ചെയ്യട്ടെ, അല്ലേ? ഒരു ലഹളയുടെ സ്മാരകം. എങ്ങനെയാ ഒന്നാവുക? കാരണവന്മാര് കാണുന്നിടത്ത് വെച്ചൊക്കെ കഴിച്ചുകൊണ്ടല്ലോ ഓരോന്ന് വിളിച്ചു പറയലോ അല്ലേ? പിരികേറ്റം കുറെ ആളുകളും. ഈ വഴക്ക് തീരണം, തീർന്നേ പറ്റൂ. കാരണം അശ്വതിക്ക് അറിയാമല്ലോ, നീ എന്റേതാവണം.
കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ആ. ചേട്ടൻ പെട്ടിച്ചേട്ടൻ തങ്കപ്പനല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ DPTXQ. അതെന്താ? ഡിഗ്രി സുന്ദരേ. ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചൊറുതനവാ. നമുക്ക് ചൊറിയാം. ചൊറുതനം ചൊറുതനം. കഴിഞ്ഞ തവണ തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യടെ മോനെ കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ, ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ. എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേകം തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയല്ലോ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവളെ പരിപാടി തല്ലിപ്പൊളിയാക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവർ എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്പോ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വരാൻ. എന്താടോ ആസനക്കുറുപ്പേ? കനകപ്രഭ ആൻഡ് പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട്. വടക്കുംപുറത്തുകാർ ഞെട്ടിത്തരിച്ചിരിക്കുക. വന്നിറങ്ങി കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടര്, ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടിയത് ഞാനായിരുന്നു മാത്രം. വിളിപ്പിക്കാം, സാമ്പിൾ കാണിക്കാൻ പറയാം. ഒരു CIDയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ. നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ, പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അബലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തങ്കപ്പ, തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയി കിടന്നു തുറങ്ങണം. തങ്കപ്പ, തങ്കപ്പ, കൂടും കുടുക്കെ എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയി കിടന്നുറങ്ങ്. ഞാൻ പോയി കിടന്നുറങ്ങാം. അതിലേ പോ. അബലെ രക്ഷിക്കുന്നില്ല.